അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും ഈ സിനിമയിലെ പല കാര്യങ്ങളെ കുറിച്ചും ചോദിക്കാനുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഓഡിയൻസിൽ നിങ്ങളുണ്ടല്ലോ. അതായത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്ന്, സാധാരണ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില ഫീഡ്ബാക്സ്, അത് നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, അതിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടിയാണ് ഈ മീറ്റിംഗ് ഉദ്ദേശം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ സിനിമ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചത്, സാധാരണ പ്രേക്ഷകർ പലരും ഈ സിനിമ കണ്ടിട്ട് പല കുടുംബങ്ങളിലും നടക്കുന്നതും അല്ലെങ്കിൽ പറയാനാവാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളോട് നേരിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ നടക്കുന്നത്, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളോട് നേരിട്ട് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ, ഇതൊക്കെ വിശ്വസനീയമാണോ എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ എന്താണെന്ന് വെച്ചാല്, ഇന്നലെ രാത്രി ഈ സിനിമ കണ്ട ഒരു പോലീസ് ഓഫീസർ കുടുംബമായിട്ട് സിനിമ കണ്ടിട്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ പ്രസ് മീറ്റിന് വരുന്ന വഴി ഞാനാണെങ്കിലും വരുന്ന വഴി വിളിക്കുകയായിരുന്നു, ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ഒരു റിവ്യൂവിൽ കണ്ട ഒരു കാര്യം, ഇത് കുറ്റവാളികളെ ന്യായീകരിക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയാ അത്ഭുതത്തോടുകൂടി പറയുവാണ്, ഇതൊക്കെ വളരെ സിമ്പിൾ നോർമൽ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഓഫീസറോട് സംസാരിച്ചാൽ, ഏതെങ്കിലും പോലീസുകാർ ഇതിനേക്കാൾ ഇന്റൻസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാനുണ്ടാവും. ഇത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്ര ഭയങ്കര സ്റ്റണ്ണിങ് ഒന്നുമല്ല, അതിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നത് എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടോ ചില റിയാലിറ്റികൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൊറാലിറ്റി നമ്മളെ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്കത് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നവരായി പോകും, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി പോകും എന്നൊക്കെ. പക്ഷെ ഇതെല്ലാം ഇവിടെ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മളത് അംഗീകരിക്കാനോ സമ്മതിക്കാനോ തയ്യാറാവാത്തൊരു മാനസികാവസ്ഥയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ ആകെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഇത് കൂടുതൽ പ്രേക്ഷകർക്ക് ഇത് ആക്സെപ്റ്റബിൾ ആകുമോ, അവരെല്ലാം ഇത്തരം കാര്യങ്ങൾ, കാരണം ഇതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും ക്യാരക്ടേഴ്സിൽ തന്നെ നമ്മൾ ഒരു ക്യാരക്ടറെയും വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് റിവ്യൂസിൽ പലതും കണ്ടൊരു കാര്യമാണ്. അതിലെ ഓരോരുത്തരെയും അതിൽ നെഗറ്റീവ് അങ്ങനെ വെച്ചിരിക്കുന്നു. ഇതൊന്നും വച്ചതല്ല, നമ്മൾ ആരെയും പർപ്പസ്ഫുള്ളി ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് റിയാലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഫിക്ഷനേക്കാൾ എത്രയോ വലുതാണെന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു, 2006 വന്ന പളുങ്ക് എന്ന സിനിമയിൽ ഒരു പീഡോഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിലുണ്ട്. അന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് അതിനേക്കാൾ എത്രയോ വലിയ തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമണം നടത്തുന്നതായിട്ട് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. അന്ന് നമുക്ക് ആർക്കും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അത് നമ്മൾ പല ആളുകളും അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ നന്മ ചിന്തിക്കുന്ന തരത്തിൽ മാത്രമാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ കാലത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പുറത്ത് നമ്മളെല്ലാം ഭംഗിയാണെന്ന് നടിക്കുന്നതല്ലേ കാപട്യം എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് റേസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ സിനിമയിൽ നമ്മൾ ശ്രമിച്ചിരിക്കുന്നതും റിയൽ ആക്കാനാണ് ആളുകളെ, ആരെയും ഗ്ലോറിഫൈ ചെയ്യാതെ എല്ലാ ക്യാരക്ടേഴ്സിലും അവരിലുള്ള ഗ്രേ ഷെയ്ഡ്സിനെ അതേപോലെ തന്നെ നിലനിർത്തി, അത്തരം ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മളിത് ജനറലൈസ് ചെയ്യുകയല്ല സിനിമയിൽ ചെയ്യുന്നത്. ഇത്തരം കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരം ആളുകളും ഇൻസിഡൻസും ഇതിൽ കൂടിയ അളവിൽ കൂടി ഉണ്ട്. അത്തരം കാര്യങ്ങളെ കോർത്തിണക്കി നമ്മൾ ഒരു റിയൽ ഇൻസിഡന്റ് വെച്ചാൽ ഒന്നിലധികം ഇൻസിഡൻസ് ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും വന്ന് റിലേറ്റ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്, എനിക്കറിയാം, നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിൽ കണ്ടു കാണും. അപ്പൊ റിയൽ ഇൻസിഡന്റ്, ഇതിന് പിന്നിൽ വർഷങ്ങളോളം അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയ പ്രവർത്തകരും അടങ്ങുന്ന ആളുകളടക്കമുള്ളവരെ സംസാരിച്ച് ഇതിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചത്. അല്ലാതെ വെറുതെ ചർച്ച ചെയ്ത് തോന്നിയൊരു കാര്യം എടുത്തിട്ട് സിനിമയാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാൻ മാത്രം വിഡ്ഢികളല്ല ഞാൻ. കാരണം പ്രേക്ഷകരെ ഞങ്ങൾ ഒരുപാട് മാനിക്കുന്നു,
അവരുടെ സെൻസിനെയും സെൻസിറ്റിവിറ്റിയെയും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു.